അവളെവിടെ പോയി? പിങ്കി പിങ്കി എവിടെ പോയി രാവിലെ? എന്തുവാടി രാവിലെ? നിനക്ക് വീണ്ടും തുടങ്ങിയ? ഞാൻ ഡാൻസ് ചെയ്യല്ലേ? ഈ കൊച്ചുളുപ്പം കാലത്ത് നിനക്ക് എന്തോ ഡാൻസ്? എന്റെ റിങ്കി, അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഞാൻ രാവിലെ അല്ല വെളുപ്പിനും എനിക്ക് ഭയങ്കരമായിട്ട് മൂത്രം ഒഴിക്കാൻ മുട്ടി. അങ്ങനെ ഞാൻ എണീറ്റു. എന്നെ ടോയ്ലറ്റ് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്തുണ്ടല്ലോ, പെട്ടെന്ന് എനിക്ക് എവിടെന്നോ ഒരു ഉൾവിളി. എവിടെ നിന്നാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിങ്കി, നിന്റെ ഉള്ളിലെ നർത്തകി ഉണർത്താൻ സമയമായി. നീ ഒട്ടും താമസിക്കരുത്, ഉടനെ തന്നെ തുടങ്ങിക്കോളൂ. ഞാൻ ഒട്ടും താമസിച്ചില്ല, ഉടനെ തന്നെ എന്റെ പ്രാക്ടീസ് തുടങ്ങി. അതാണിത്. ശല്യപ്പെടുത്താതപ്പോ. നിന്റെ ഉള്ളിലെ കച്ചറ നിർത്താനായിരിക്കും പറഞ്ഞത്. അയ്യാ, പൊടി പൂച്ചിക്കാതപ്പോ. അല്ല, ഈ ഡാൻസ് കൊണ്ട് എന്താണാവോ നിന്റെ ഫ്യൂച്ചർ പ്ലാൻ? അങ്ങനെ ബുദ്ധിപരമായ ചോദ്യം ചോദിക്ക്. കുട്ടിക്കൊന്നും അറിയില്ല. ചേച്ചി ശ്രദ്ധിച്ചു കേട്ടോണം. എനിക്കൊരു പേരെടുത്ത നർത്തകിയാവണം. ഒരുപാട് പരിപാടികളും കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്നിട്ട് അങ്ങനെ എനിക്ക് സിനിമയിലേക്ക് കയറണം. ഇഷ്ടംപോലെ സിനിമകൾ ചെയ്യണം. അങ്ങനെ സിനിമ ചെയ്ത് ഇങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ കുറച്ച് കഴിയുമ്പം പ്രായമാവുമല്ലോ. പിന്നെ സിനിമയൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അങ്ങനെ എന്ത് ചെയ്യണം? എനിക്ക് ഒരുപാട് ഷോകളും കാര്യങ്ങളും ചെയ്യണം. അങ്ങനെ ഈ ഡാൻസുമായിട്ട് മുന്നോട്ട് പോകണം. ഡാൻസ് എന്റെ ജീവിതമാക്കണം. അതാണ് എന്റെ ഒരു ലക്ഷ്യം. ആണല്ലേ? അതെ. ഇനി ഒരു കുട്ടിയെ വല്ല ദത്തെടുക്കാൻ പ്ലാൻ ഉണ്ടോ? അയ്യോ, അത് ഞാൻ മറന്നുപോയി. അത് ഞാൻ പറയാൻ പറഞ്ഞത് മെയിൻ പോയിന്റ് ആയിരുന്നു ആ സാധനം. ഓർമ്മിച്ചതിന് നന്ദിയുണ്ട് കേട്ടോ. ഇനി പിങ്കിന്ന് പേര് മാറ്റി ശോഭന എന്നല്ല പേരിടാൻ പ്ലാൻ ഉണ്ടോ? മനസ്സിലായല്ലേ? മനസ്സിലായി. അത് പിന്നെ ചേച്ചി, അത് ഇപ്പം ഞാൻ രാവിലെ എണീറ്റെന്ന് പറഞ്ഞല്ലോ, വെളുപ്പിനും എണീറ്റ് ടോയ്ലറ്റിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും ഉറക്കം പോയി. പിന്നെ ഉറക്കം വരാനായിട്ട് ഞാൻ മൊബൈൽ എടുത്തിട്ട് എന്ത് ചെയ്തു, ഇൻസ്റ്റാഗ്രാം തുറന്നു. അങ്ങനെ റീൽസ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ശോഭന മാമിന്റെ കുറച്ച് ഡാൻസിന്റെ ഒക്കെ റീൽസ് ഉണ്ട്. അപ്പൊ എനിക്ക് ഡാൻസ് കളിക്കണമെന്നൊരാഗ്രഹം. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, രാവിലെ എണീച്ച് കുളിച്ച് റെഡിയായി ഒന്ന് ഡാൻസ് പ്രാക്ടീസ് തുടങ്ങി. അതാണ് സംഭവം. ആരടുത്തും പറയിക്കണ്ട. താങ്ക്സ്. ഒന്നുമില്ല, ഡാൻസ് ചെയ്തോ. നന്ദി. ഉറങ്ങിക്കോ, കിടന്നോ. അയ്യോ, ഒരു സ്ഥിരതയില്ലാത്ത പെണ്ണാണ്. ഇന്നൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും, നാളെ ആകുമ്പോഴത്തേക്കും വേറെ വല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും, മറ്റന്നാളാകുമ്പോ വേറെ എവിടെയെങ്കിലും. ഒരു കാര്യം കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യൂല അവളല്ലേ, മാറിക്കൊണ്ടേ എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ മണി. പിന്നെ ഒരു കാര്യം പറയണ്ട, ഇതേ ഒരു നല്ല എക്സസൈസ് ആണ്, ശരീരം ഇളകുന്നുണ്ടല്ലോ. അതാണ് ഞാനൊന്നും മിണ്ടാത്തത്. അങ്ങനെയെങ്കിൽ ആ കൊഴുപ്പങ്ങ് കുറയട്ടെ അവളുടെ. പക്ഷെ ഇതെന്നും ചെയ്താലല്ലേ കാര്യമുള്ളൂ. അവളാണെങ്കിൽ ചെയ്യത്തുമില്ല. ഇത്ര ആഗ്രഹത്തിലാണ് ഡാൻസ് പഠിപ്പിച്ച ഞാൻ. എത്ര ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ വിളിച്ചു എത്ര കാലം ചെയ്യും, അതാണ് പ്രശ്നം. എന്നെ പറ്റി ആയിരിക്കും സംസാര വിഷയം അല്ലേ? ആണെങ്കിൽ എനിക്ക് തോന്നി, അല്ലെങ്കിൽ ഇങ്ങനെ ചിരിയും കളിയും തമാശരാക്കാൻ ആവശ്യമില്ലല്ലോ. അയ്യോ, ഇങ്ങനെ അപമാനിക്കുമ്പോഴും ക്രെഡിറ്റ് അടിക്കാൻ വേണ്ടിട്ട് പോകുന്ന നീ മാത്രമേ ഉള്ളൂ. താങ്ക് യു. എടി, നീ ശരിക്കും ഡാൻസ് പ്രാക്ടീസ് തുടങ്ങിയോ? തുടങ്ങി അമ്മ. എനിക്കൊരു ഡാൻസർ ആവണം, പിന്നെ എനിക്ക് ഒരു ആക്ടർ ആവണം. ആക്ടർ ആവണമെങ്കിൽ അതിന് മുമ്പ് നമ്മൾ ഡാൻസറായി ഒരു നില ഉറപ്പിച്ചാലേ നമുക്കത് പറ്റുള്ളൂ. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ശരിക്കും നിനക്ക് ആരാവണം? എന്തൊരു ചോദ്യമാണ് ഡാഡി അത്. അച്ഛാ, എനിക്ക് എന്തൊക്കെ പറ്റുമോ അതൊക്കെ എനിക്ക് ആവണം. എനിക്ക് എല്ലാം ആവണം അച്ഛാ. അതിനുപരി എനിക്ക് ഞാനാവണം. ഇത്രയൊക്കെ വലിയ കൗണ്ടർ അടിക്കാൻ വളർന്നോ ഗുണ്ടുമുളകേ? ഗുണ്ടുമുളകോ? പൊടി മുരിങ്ങക്കോലെ. മുരിങ്ങക്കോലെന്നാ അമ്മ എന്നെ വിളിച്ചേട്ടാ? മുരിങ്ങക്കോലെന്ന്. അയ്യോ, നീ വിളിച്ചവിടെ ആരും കേട്ടില്ല. എനിക്ക് എന്തും പറയാം, പക്ഷെ നീ പറയാൻ പാടില്ല. എനിക്ക് നാവില്ല. മനുഷ്യരുടെ നെഞ്ചു കയറി ഇരിക്കുമ്പോഴാണ് രണ്ടും കൂടെ അടി ഉണ്ടാക്കുന്നത്. അസിഡിറ്റിയാണോ? അത് തന്നെ. നീ ഡാൻസ് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞ നേരം തൊട്ട് എനിക്കും ഭയങ്കര വിഷമം. എനിക്കും ഡാൻസ് പ്രാക്ടീസ് ചെയ്യണമെന്ന് എന്തോ ആഗ്രഹമാണ്. പക്ഷെ ഇവിടുത്തെ പണി കഴിഞ്ഞിട്ട് എപ്പോ ചെയ്യാനാണ്? ഒരു സമയം കിട്ടൂല. മനുഷ്യന്റെ ഒരു ആഗ്രഹവും നടക്കാത്തൊരു വീട്. ഇത്ര പ്രാവശ്യം പറഞ്ഞ അമ്മയുടെ ഡാൻസ് പ്രാക്ടീസ് എപ്പോ ചെയ്യാതിന് സമയം കിട്ടണ്ടേ? ഇവിടുത്തെ പണി രാവിലെ നേരം തൊട്ട് കുപ്പിന്ന് വന്ന ഭൂതം പോലെയാണ് പണിയെടുത്തോണ്ടിരിക്കുന്നത് മനുഷ്യൻ. ഇത് വലിയ കാര്യമാണോ? നീ ഒരു മണിക്കൂർ നേരത്തെ എഴുന്നേറ്റ പോലെ എന്തിനാ ചെയ്താ പോലെ? ഓ, ഇനി ഞാൻ ഉറങ്ങാൻ പോണില്ല. ഒരു മണിക്കൂർ നേരത്തെ എനിക്കും മനുഷ്യൻ ഉറക്കവും വേണ്ടപ്പോ. വേണ്ട അമ്മ, നേരത്തെ എണീക്കണ്ട. ഒരു 12 മണിയാകുമ്പോ പണിയൊക്കെ കഴിയല്ലോ. 12 തൊട്ട് 1 മണി വരെ ഫ്രീ ആണല്ലോ, അപ്പൊ ചെയ്യാലോ. 12 മണിയാകുമ്പോ പണി തീരുമെന്നല്ലേ? എന്റെ വീട്ടിലെ പകുതി പണി, അതായത് അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കി വരും ഉച്ചത്തെ ഭക്ഷണം കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞ് ഒരു ഇച്ചിരി റെസ്റ്റ് എടുക്കുമ്പോഴാണ് മനുഷ്യന്റെ നടുവേദന മാറുന്നത്.
അപ്പൊ ആ സമയത്ത് ഞാൻ ഡാൻസ് ചെയ്യണം, പിന്നെ ഞാൻ ഇപ്പൊ റെസ്റ്റ് എടുക്കും. ആ, ഇത് അല്ലെങ്കിൽ ഉച്ചക്കുള്ള പണി വേറെ ആരെങ്കിലും ചെയ്തു തരുമോ? ഇത് കൊള്ളാം മണി. കഷ്ടത്തിരിക്കുന്ന പോയാൻ പാടില്ല, ഉത്തരത്തിരിക്കുന്ന എടുക്കാൻ വേണം അല്ലേ? എന്താ പറയാ, അല്ലെങ്കിൽ മക്കൾക്ക് ഭയങ്കര മിടുക്ക് തന്നെ. ശരി, ഞാൻ ഒരു കാര്യം പറയാം. അമ്മയ്ക്ക് 12 to 1 മണി വരെ അമ്മയ്ക്ക് റെസ്റ്റ് എടുക്കണം, അതല്ലേ? അപ്പൊ ഡാൻസ് പ്രാക്ടീസ് ചെയ്യണ്ട. 6 മണിക്ക് ശേഷം ചെയ്യാലോ. 6 മണി തൊട്ട് 7 മണി വരെ ചെയ്യ്. സന്ധ്യക്ക് ഇക്കണ്ട പറമ്പിൽ കിടക്കുന്ന ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കണതാര്? ആ ചെടികളെ പരിപാലിക്കുന്നതാര്? ആ സന്ധ്യ സമയത്താണ് എല്ലാ ചെടിക്കും വെള്ളം ഒഴിക്കണത്. വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് ഭഗവാനുള്ള പൂജകളോ കാര്യങ്ങളൊക്കെ ഒരുക്കി നാമം ജപിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ ശരീരമാണെങ്കിൽ എല്ലാം ചെയ്യാൻ പറ്റുമോ? ഞാൻ അതിനുശേഷം സന്ധ്യക്ക് ഡാൻസ് ചെയ്തോന്നാണ് എന്റെ ആശം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല. നീ പറഞ്ഞ പോലെ തന്നെ ഉത്തരത്തിൽ ഇടുന്ന ഒരിക്കലും വേണം, കഷ്ടത്തിൽ ഇരിക്കുന്ന പോകാനും പാടില്ല. അതാണ് നീ ഇപ്പൊ പറഞ്ഞത്. ഷോ നോക്കണേ, മനുഷ്യനുള്ള പണി എടുത്തതിന് ശേഷം കുറച്ചു നേരം ഇരിക്കുന്ന സമയത്ത് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറയാൻ തോന്നി. നിങ്ങളുടെയൊക്കെ മനസ്സ് സമ്മതിച്ചു ഞാൻ. മണി മണി എവിടെ പോണു ഓട്ട്? അച്ഛൻ ഇങ്ങനെ എപ്പോഴും പറയാ പോണോണ്ടാണ് അമ്മ ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടെ പറയാം. അല്ല മക്കളെ, അതെ അമ്മ പറഞ്ഞത് ശരിയാണ്. അവള് ഈ പണിയെല്ലാം ചെയ്തിട്ടല്ലേ, അപ്പൊ സമയം കിട്ടൂല. മാത്രല്ല അവള് ദേഷ്യത്തിൽ വിഷമിച്ചിട്ടാണ് പോയി. ഞാൻ ഒന്ന് പോയി സമാധാനിപ്പിക്കട്ടെ. വഴക്കുണ്ടാക്കല്ലേ മണിക്കുട്ടി. എന്ത് ഫാമിലിയോ? അഹങ്കാരച്ചിട്ട് കൂടി വരുന്നുണ്ടെങ്കിൽ നിനക്ക് എടുത്തോളാം. നീ എടുക്കാറൊക്കെ ആയോ?